കുറേ വർഷങ്ങൾക്കെന്നല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചർച്ചാ വിഷയമായ ഒരു സംഗതിയാണ് മൂവാറ്റുപുഴ ജില്ല. എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് മൂവാറ്റുപുഴ കേന്ദ്രമാക്കി ഒരു ജില്ല രൂപീകരിക്കുക എന്ന ആശയം നമ്മുടെ യശശരീരനായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബാബു പോൾ അതുപോലെ ചില ആളുകളോട് മുന്നോട്ട് വെച്ചു. അത് പ്രാവർത്തികമാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. മൂവാറ്റുപുഴ കേന്ദ്രമാക്കി ഒരു ജില്ല ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടുക്കി ജില്ലയുടെ ഭാഗമായിരിക്കുന്ന തൊടുപുഴ പ്രദേശം അതിനോട് ചേർക്കേണ്ടതായിട്ട് വരും. തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, വേണമെങ്കിൽ പെരുമ്പാവൂർ കൂടി ചേർക്കാം. ഇത്തരം പ്രദേശങ്ങൾ ചേർത്ത് ഒരു ജില്ല ഉണ്ടാക്കുക. അതിനൊരു യുക്തിയുണ്ട്, ഒരു ന്യായമുണ്ട്. പക്ഷേ തൊടുപുഴയെ നമുക്ക് ഇടുക്കി ജില്ലയിൽ നിന്ന് വേർപെടുത്താൻ പറ്റുകയില്ല. ലഗ്നാലോ ചന്ദ്രാലോ ഇടുക്കി ജില്ലയോട് ചേരേണ്ട ഒരു പ്രദേശമല്ല തൊടുപുഴ. എന്തുകൊണ്ടാണ് അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്നത്തെ നിർദ്ദിഷ്ട മലനാട് ജില്ലയോട് കൂട്ടി തൊടുപുഴ കൂടി ചേർത്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. കാരണം പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം പ്രദേശങ്ങളെല്ലാം തമിഴ് ഭൂരിപക്ഷമാണ്. അതിനോട് മലയാളികൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇടുക്കിയും അതുപോലെ തന്നെ ആ തൊടുപുഴയും കൂടി ചേർത്താൽ മാത്രമേ അവിടെ മലയാളികൾക്ക് ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ സോക്കോൾഡ് മലനാട് ജില്ല, ഇടുക്കി ജില്ലയ്ക്ക് ആദ്യകാലത്ത് മലനാട് ജില്ല എന്നാണ് പറഞ്ഞത്, പിന്നെയാണ് ഇടുക്കി എന്ന് പേരിട്ടത്. ഏതാണ്ട് അതേ സമയത്ത് ഇടുക്കിയിൽ നമ്മളിപ്പോൾ കാണുന്ന വലിയ അണക്കെട്ടും ഉണ്ടാക്കിയത്. അങ്ങനെ ഇടുക്കിക്ക് വലിയൊരു പ്രാധാന്യം കൈവന്നു. ഞാൻ പറഞ്ഞത് ഈ സോക്കോൾഡ് മലനാട് ജില്ല എന്ത് സംഭവിക്കുമായിരുന്നു, അതിൻ്റെ മീതെ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു. കാരണം അത്രയധികം തമിഴ് വംശജരായ ആളുകൾ, തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഈ പ്രദേശത്തുണ്ട്. ഉടുമ്പൻചോലയിലും അതുപോലെ ദേവികുളത്തും പീരുമേട്ടിലും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ജില്ല പൂർണ്ണമായിട്ട് അങ്ങനെ ആയിപ്പോരുത് എന്ന് കരുതിയിട്ട് അതിനോട് ഇടുക്കി അല്ലെങ്കിൽ ചേരേണ്ടതാണ്. തൊടുപുഴ പ്രദേശം കൂടി ചേർത്തു. തൊടുപുഴ അതിനു മുമ്പ് എറണാകുളം ജില്ലയിലായിരുന്നു. നേരത്തെ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ കോട്ടയം ജില്ലയിലുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പുതിയ ജില്ല രൂപീകൃതമായത്. ഇപ്പോൾ തൊടുപുഴയെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് അടർത്തിയെടുത്ത് മൂവാറ്റുപുഴ ജില്ലയോട് ചേർത്ത് കഴിഞ്ഞാൽ അതിന് വീണ്ടും നേരത്തെ പറഞ്ഞ അതേ അപകടം തന്നെ സംഭവിക്കും. ഇപ്പോഴത്തെ ഇടുക്കി ജില്ല തമിഴ് ഭൂരിപക്ഷമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഭാവിയിലേക്ക് പലതരത്തിലുള്ള തർക്കങ്ങൾക്കും കുതർക്കങ്ങൾക്കും അവകാശവാദങ്ങൾക്കും ഇടവരുത്തും എന്ന് സംശയിച്ചിട്ടാണ് തൊടുപുഴയെ ഇടുക്കി ജില്ലയിൽ നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതറിയാൻ പാടില്ലാതെ ഇനി തൊടുപുഴയെ വീണ്ടും അടർത്തിയെടുത്ത് മൂവാറ്റുപുഴ ജില്ലയോട് ചേർത്താൽ തൊടുപുഴക്കാരെതിരാവും എന്ന് മാത്രമല്ല മൂവാറ്റുപുഴക്കാർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു വിശേഷം ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ജില്ല രൂപീകരിച്ച് തീരൂ എന്നാണെങ്കിൽ കുറേ കൂടി ഒരു മധ്യപ്രദേശത്തുള്ള പെരുമ്പാവൂർ കേന്ദ്രമാക്കി ജില്ല രൂപീകരിക്കണം നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊടുപുഴയും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം, പെരുമ്പാവൂർ, വേണമെങ്കിൽ അങ്കമാലി കൂടി ചേർക്കാം. അങ്കമാലിക്കാർക്ക് പെരുമ്പാവൂർ ഒട്ടും ദൂരമല്ല. ആലുവയും വേണമെങ്കിൽ നിർദ്ദിഷ്ട പെരുമ്പാവൂർ ജില്ലയോട് ചേർക്കാം. ആലുവക്കാരായ ഞങ്ങൾക്കാർക്കോട്ട് പ്രത്യേകിച്ച് അപകടമൊന്നുമില്ല, ആരും എതിരുമല്ല. ഭൂമിശാസ്ത്രപരമായിട്ട് പെരുമ്പാവൂരിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ആലുവ. അങ്കമാലിയും അതുപോലെ തന്നെയാണ്. അതിന് പകരം ഇതുപോലെ ഒരു മൂവാറ്റുപുഴ കേന്ദ്രമാക്കി ജില്ല രൂപീകരിച്ചാൽ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും എന്നല്ലാതെ ആർക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തിനാണിപ്പോൾ ആരും ചോദിക്കാതെ മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കാൻ സതീശൻ സർക്കാർ ആലോചിക്കുന്നത് ചോദിച്ചാൽ ഈ ഭരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ലോ, നമ്മളെപ്പോലുള്ളവർക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ട്. അതവർ സമ്മതിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിവിടെ മൂവാറ്റുപുഴ ജില്ലയല്ല വിഷയം. വളരെ കാലമായി അത്യാവശ്യമായിട്ട് ചില ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലാ വിഭജനമാണ്. മലപ്പുറം ജില്ല രണ്ടായിട്ട് വിഭജിക്കണോ മൂന്നായിട്ട് വിഭജിക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ചില ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മലപ്പുറം ജില്ലയുടെ വികസന മുരടിപ്പ് മാറ്റാനൊരു ഒറ്റ മാർഗം, ഒരേ ഒരു ഒറ്റമൂലി, അതെന്താ വെച്ചാൽ തിരൂർ കേന്ദ്രമായിട്ട് ഒരു തീരദേശ ജില്ല ഉണ്ടാക്കുക. ഇപ്പോഴുള്ള മലപ്പുറം ജില്ല ഒരു മലയോര ജില്ലയായിട്ട് നിലനിർത്തുക. വേറൊരു കൂട്ടർ പറയുന്നത് അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, പെരിന്തൽമണ്ണ കേന്ദ്രമായിട്ട് പെരിന്തൽമണ്ണയും മണ്ണാർക്കാടും അതിനോട് ചേർന്ന പ്രദേശങ്ങൾ, പഴയ വള്ളുവനാട് താലൂക്കിൽ പെട്ട പ്രദേശങ്ങൾ, പട്ടാമ്പി അടക്കമുള്ള സ്ഥലങ്ങൾ കൂടി ചേർത്ത് വേണമെങ്കിൽ ഒറ്റപ്പാലം കൂടി ചേർക്കാം. ഒരു പെരിന്തൽമണ്ണ ജില്ല രൂപീകരിക്കുക. അപ്പോൾ മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള ജില്ലകളുടെ എണ്ണം 1 നിന്ന് 3 വർദ്ധിക്കും എന്നുള്ളതാണ്. ഇതാണ് അടിയന്തര ആവശ്യം. അത് നേരെ ചൊവ്വയെ വളച്ചുകെട്ടില്ലാതെ പറയുന്നതിന് വരെയായിട്ട് നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി അതേ അതിബുദ്ധിമാനാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. പുള്ളി വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടിരുന്ന നായർക്കൊരു വിളി തോന്നിയെന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് മൂവാറ്റുപുഴ ജില്ല എന്നൊരു ഉണ്ടയില്ല വെടി പൊട്ടിക്കുകയാണ്.
ഇതിൻ്റെ അർത്ഥമൊക്കെ ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവും എന്ന കാര്യമെങ്കിലും അദ്ദേഹം ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും ഈ കലാപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14 നിന്ന് 19 21 വർദ്ധിക്കുക എന്ന കാര്യം മാത്രമേ നമുക്കിപ്പോൾ നോക്കാനുള്ളൂ. കോഴിക്കോട് ജില്ല വിഭജിക്കണമല്ലോ, വടകര കേന്ദ്രമായിട്ടൊരു ജില്ല അവിടെ ഉണ്ടാവും. പിന്നെ കാസർഗോഡ് ജില്ല വേണമെങ്കിൽ ഒന്നുകൂടി വിഭജിക്കാം, കണ്ണൂർ ജില്ല വിഭജിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കാർ കുറച്ച് നാളായിട്ട് പ്രക്ഷോഭത്തിലും സമരത്തിലുമാണ്. അപ്പോൾ നെയ്യാറ്റിൻകര ജില്ല ഉറപ്പായി. ഇങ്ങനെ നിരവധി അനവധി ജില്ലകൾ കൊണ്ട് നമ്മുടെ കേരള സംസ്ഥാനം കൂടുതൽ സമ്പന്നമാകുമ്പോൾ ഈ ഓണക്കാലത്ത് സർദീശൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം മൂവാറ്റുപുഴ ജില്ലയല്ല, തിരൂർ ജില്ലയും നെയ്യാറ്റിൻകര ജില്ലയും അങ്ങനെ മറ്റ് പലതുമാണ്. അതിന് ഈ പാവപ്പെട്ട എറണാകുളം ജില്ലക്കാരെ കരുവാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന ക്രമത്തിൽ സംസാരിക്കും.